ഒരു അച്ഛനും മകളും ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് മാറി ഒരു പെണ്ണ് നിൽക്കുന്നു. അപ്പോൾ അവളുടെ അടുത്തോട്ട് ഒരാൾ നടന്നു വരുന്നു. അവൻ അടുത്ത് വരുന്നതിനനുസരിച്ച് അവൻ്റെ വായ് വലുതായി വരുന്നു. എന്നിട്ട് അവൻ ആ പെണ്ണിനെ അവൻ്റെ വായ് കൊണ്ട് വിഴുങ്ങുന്നു. വിഴുങ്ങിക്കഴിഞ്ഞിട്ട് ഇവരെ നോക്കി ഓടി വരുന്നു. ഇത് കണ്ട അച്ഛനും മകളും പേടിച്ച് ഓടിപ്പോകുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് മാത്രം വീട്ടിലുള്ളപ്പോൾ അവിടെയും ആ വായുള്ളവൻ വന്നു. അവനെ കണ്ട് അവൾ ഒരു വലിയ കമ്പെടുത്ത് അവൻ്റെ വായിൽ കുത്തുന്നു. പക്ഷെ അവന് ഒന്നും പറ്റാതെ ആ കമ്പെടുത്ത് അവൻ എറിയുന്നു. എന്നിട്ട് അവളെ ഓടിപ്പിക്കുന്നു. അവൾ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് അവളുടെ അച്ഛനെയും കൂട്ടി കാറിൽ പോകുന്നു. അന്നേരം ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ രാവിലെ ആ വായുള്ളവൻ വിഴുങ്ങിയ പെൺകുട്ടി നടന്നു പോകുന്നു. ഉടനെ ഇവർ കാറിൽ നിന്നിറങ്ങി ആ പെണ്ണിൻ്റെ അടുത്ത് പോകുന്നു. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും എവിടെ പോയെന്നറിയില്ല, എനിക്ക് അവരെ കാണണം, എനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് കരയുന്നു. ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെയും ആ വായുള്ളവൻ വരുന്നു. ഉടനെ ഇവർ പേടിച്ചു പോയി ആ പെണ്ണിനെയും കൂട്ടി കാറിൽ പോകുന്നു. ഹീറോയിന് വേറെ വീട് ഉണ്ട്, അവിടെയാണ് ഇവർ പോകുന്നത്. അവിടെ ഹീറോയിൻ വേറെ റൂമിൽ പോയിട്ട് വരുന്നതിനുള്ളിൽ ആ പെൺകുട്ടി അവളുടെ അച്ഛനെ എന്തോ ചെയ്യുന്നു. ഇത് കണ്ട ഹീറോയിൻ എൻ്റെ അച്ഛനെ നീ എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ ഓടിച്ചു വിട്ടിട്ട് അച്ഛനെ എണ്ണീപ്പിക്കുന്നു. നോക്കിയപ്പോൾ അച്ഛൻ്റെ കാല് കുട്ടിപ്പെണ്ണിൻ്റെ കാല് പോലെ ആയിരുന്നു. അപ്പോൾ ആ സ്ഥലവും കണ്ടുപിടിച്ച് ആ വായുള്ളവൻ വന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഓടാൻ വഴിയില്ലാതെ അവിടെ തന്നെ നിൽക്കുന്നു. അവൻ ഇവരെ രണ്ടുപേരെയും കണ്ട് മര്യാദയ്ക്ക് എൻ്റെ വായിൽ വരാൻ പറയുന്നു. അവരും വേറെ വഴിയില്ലാതെ അവൻ്റെ വായിലകത്ത് പോകുന്നു. അകത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ വായുള്ളവൻ മോശക്കാരനല്ലായിരുന്നു, നല്ലവനായിരുന്നു എന്ന്. ആ പെൺകുട്ടിയാണ് മോശക്കാരിയെന്ന്. അവൾ ഒരു മന്ത്രവാദിയാണ്. അവൾ എല്ലാവരെയും അവളെപ്പോലെ ആക്കുവാണ്. അതിൻ്റെ ലക്ഷണം കയ്യിലും കാലിലും നിന്ന് തുടങ്ങുന്നു. അതുകൊണ്ടാണ് ആ പെണ്ണിനെ ഞാൻ വായിലിട്ട് വിഴുങ്ങിയതെന്ന് പറയുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും പുറത്ത് വിട്ടിട്ട് ആ കുട്ടിപ്പെണ്ണിനെ നോക്കി പോകുന്നു. പെട്ടെന്ന് പുറത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. എന്താണെന്ന് പോയി നോക്കിയപ്പോൾ ഒരാൾ കാർ എടുത്തുകൊണ്ട് വന്ന് അറിയാതെ അയാളെ കാറിൽ ഇടിച്ചു കൊല്ലുന്നു. അത് കഴിഞ്ഞ് ആ കൊച്ചു പെണ്ണ് ആരെയൊക്കെയോ അവളെപ്പോലെ ആക്കിയോ അവരെല്ലാം ആ സ്ഥലത്ത് വരുന്നു. അവരുടെ അടുത്ത് ഹീറോയിൻ വഴക്കിട്ട് എങ്ങനെയോ ഒരു പെണ്ണിനെ മാത്രം ആ വായുള്ളവൻ്റെ വായിലെടുത്തിടുന്നു. പിന്നാലെ മറ്റു പെണ്ണുങ്ങൾ വന്ന് ഹീറോയിനെയും എടുത്ത് ആ വായ്ക്കുള്ളിലിടുന്നു. അവളും ആ ലോകത്തിൽ പോകുന്നു. അകത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ആ കൊച്ചു പെണ്ണിൻ്റെ യഥാർത്ഥ രൂപം അവിടെ നിൽക്കുന്നു. അവൾക്ക് ചുറ്റും നിഴൽപ്രാണി പോലെ എന്തോ ഉണ്ട്. അവൾ ഹീറോയിനെ നോക്കിയിട്ട് ഇതിനെല്ലാം കാരണം ഞാനല്ല, ഈ വെനോമാണ്, ഇതാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വെക്കുന്നതെന്ന് പറഞ്ഞ് കരയുന്നു. ഹീറോയിൻ ഉടനെ ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. ഉടനെ ആ നിഴൽപ്രാണികളെല്ലാം ആ കൊച്ചു പെണ്ണിനെ വിട്ടിട്ട് ഹീറോയിൻ്റെ മേത്ത് കയറുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പുറത്ത് കൊച്ചു പെണ്ണിൻ്റെ രൂപത്തിലിരുന്ന എല്ലാവരും ഹീറോയിൻ്റെ രൂപത്തിൽ മാറുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ വെനോമിനെ എതിർക്കാൻ വേണ്ടി അവൾക്കുള്ളിൽ മത്സരിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് പുറത്ത് ഇവളുടെ രൂപത്തിലിരുന്ന എല്ലാവരും തന്നെ ആ വായ്ക്കുള്ളിൽ കയറി അകത്ത് വന്ന് ഓരോരുത്തരുമായി പഴയ രൂപത്തിൽ മാറി തിരിച്ചു പോകുന്നു. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടുന്നു. നമ്മുടെ ഹീറോയിൻ മാത്രം പുറത്തു പോകാൻ പറ്റാതെ അകത്ത് ലോക്കാകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ അകത്ത് വന്ന് ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ പുറത്തു നിന്ന് ഒരാൾ കയറിട്ട് അവരെ പുറത്തോട്ട് വലിച്ച് രക്ഷപ്പെടുത്തുന്നു.